തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ തൂഫാനിൽ കുടുങ്ങി വൻ തട്ടിപ്പ് സംഘം. ലഹരി വിൽപ്പനയുടെ മറവിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരുന്ന സംഘമാണ് പിടിയിലായത്. സ്വീകാര്യം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന കമ്പനിയുടെ പേരിൽ കോടികളുടെ ലോൺ ആപ്പ് തട്ടിപ്പാണ് സംഘം നടത്തിയത്. ഉത്തരേന്ത്യൻ സ്വദേശികളായ 18 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 50 കമ്പ്യൂട്ടറുകളും പിടിച്ചെടുത്തു. തട്ടിപ്പിനിരയായവരിൽ ഭൂരിഭാഗവും വിദേശികളാണ്. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, എങ്ങനെയായിരുന്നു പോലീസിന്റെ നീക്കം? അരുൺ, സംസ്ഥാനത്തെ ഏറെ ഞെട്ടിപ്പിച്ച ഒരു തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറെ നാളുകളായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഈ പ്രതികളെ. ഇത് ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്ത് ഐറിസ് ഹോസ്പിറ്റലിന് എതിർവശം നിലവിലുള്ള പാലാഴി ഹോംസിന്റെ ഒരു ഫ്ളാറ്റ്, രണ്ടാമത്തെ നിലവിലുള്ള ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്താണ് നിലവിൽ ഈ തട്ടിപ്പ് കഴിഞ്ഞ കുറച്ചു നാളുകളായി നടന്നു വന്നിരുന്നത്. ഈ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 18 ഉത്തരേന്ത്യക്കാർ ഇപ്പോൾ ഈ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇതിൽ 50ഓളം വരുന്ന കമ്പ്യൂട്ടറുകളും ഇപ്പോൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ വിവരം പോലീസിന് ലഭിക്കുന്നതും. ഈ പ്രതികൾക്കായിട്ടുള്ള ഒരു നിരീക്ഷണം കഴിഞ്ഞ കുറച്ചു നാളുകളായി ഡാൻസ് ആപ്പ് സംഘം നടത്തി വരികയായിരുന്നു. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന രണ്ടാമത്തെ നിലയിലുള്ള ശ്രീധർ എന്ന് പറയുന്ന ഒരു ഇൻഫോടെക് ഒരു IT കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പേര് ഉപയോഗിച്ച് തന്നെയാണ് ഈ തട്ടിപ്പ് സംഘം ഇവിടെ കഴിഞ്ഞ നാളുകളായി തട്ടിപ്പ് നടത്തി വന്നിരുന്നത്. കൂടുതലായും ഈ തട്ടിപ്പിന് ഇരയായവർ വിദേശികളാണ് എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്നു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ ദിനംപ്രതി ഈ ലോൺ ആപ്പ് തട്ടിപ്പുകൾ വാർത്തകളാക്കാറുണ്ട്. അതിലൊക്കെയും പല നൈജീരിയ അല്ലെങ്കിൽ മറ്റ് കംബോഡിയ അടക്കമുള്ള പല രാജ്യങ്ങളിലാണ് ആ തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് തലസ്ഥാന നഗരത്ത് തൊട്ടടുത്താണ്, ഏകദേശം ഒരു 10 കിലോമീറ്ററിന് ചുറ്റളവിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ ഈ രാത്രികാലങ്ങളിലൊക്കെ നിരന്തരം ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ കാറിലാണ് ദിനംപ്രതി ആൾക്കാർ രാത്രികാലങ്ങളിൽ വന്നു പോകുന്നത്. പക്ഷേ പലർക്കും തൊട്ടടുത്തുള്ള താമസിക്കുന്നവർക്ക് പോലും ഇങ്ങനൊരു തട്ടിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ലഹരി വിൽപ്പന ഇടപാടുകളെ കുറിച്ചോ ആർക്കും തന്നെ യാതൊരു വിവരവുമില്ല എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത്. കാരണം ഇങ്ങനൊരു തട്ടിപ്പ് നടന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെയാണ് പോലീസ് ഇവിടെ പരിശോധനയ്ക്കായി എത്തുന്നത്. ശ്രീകാര്യം മെഡിക്കൽ കോളേജ് അടക്കമുള്ള പോലീസ് ഇപ്പോൾ സംയുക്തമായിട്ട് ഇവിടെ നിലവിലുണ്ട്, നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ 50 കമ്പ്യൂട്ടറുകൾ ഇതിനോടകം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ കമ്പ്യൂട്ടറുകളിൽ നിന്നും IP അഡ്രസ് എടുത്തുകൊണ്ട് ഈ വിവരങ്ങൾ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തിയാൽ മാത്രമേ ഇതിന്റെ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ രാവിലെ തന്നെ പോലീസ് ഈ സ്ഥലത്ത് എത്തുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞതിന് പിന്നാലെ തന്നെ പ്രധാന പ്രതി എയർപോർട്ട് മാർഗം തന്നെ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നിലവിൽ നടത്തി വന്നിരുന്നു. പക്ഷേ പ്രതിയെ എയർപോർട്ടിൽ നിന്ന് പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊന്ന്, ഈ 18 ഉത്തരേന്ത്യക്കാർക്ക് പുറമെ തന്നെ ഈ തട്ടിപ്പ് സംഘത്തിൽ സ്ത്രീകളും ഉണ്ട് എന്നുള്ള വിവരം കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട്. അവരെന്തായാലും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രതികൾക്കായിട്ടുള്ള തിരച്ചിൽ കൂടിയാണ് നിലവിൽ നടത്തി വരുന്നത്. നിലവിൽ ഞാൻ നിൽക്കുന്ന ഈ ഫ്ളാറ്റിന് ഈ രണ്ടാമത്തെ നിലയിൽ തന്നെ ഈ 18 ഉത്തരേന്ത്യക്കാരും നിലവിൽ ഈ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. ഇവരെ ഇതിനോടകം തന്നെ കസ്റ്റഡിയിൽ വച്ചിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്ത് വരികയാണെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കോടികളുടെ തട്ടിപ്പാണ് നടന്നിട്ടുണ്ട് എന്നുള്ള വിവരത്തിൽ സംശയമില്ല. എന്തായാലും വിദേശികളാണ് ഇതിന് ഇരയായിരിക്കുന്നത്. ഇതിൽ ഇൻജെറ്റ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയുടെ ഗുഡ്വിൽ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് നടത്തി വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വിദേശ പൗരന്മാർ എന്തായാലും ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഈ തട്ടിപ്പിന് ഇരയായി എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അത് എങ്ങനെയാണ്, ഉത്തരേന്ത്യക്കാർ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ഇതിന് ഏതെങ്കിലും മലയാളികളോ മറ്റാർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങളുണ്ടോ എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായിട്ടും പോലീസ് പരിശോധിച്ചു വരുന്നത്. എന്നാലും സൈബർ വിദഗ്ധന്മാർ അടക്കമുള്ളവരാണ് എത്തി ഇപ്പോൾ നിലവിൽ ഇന്ന് രാവിലെ മുതൽ തന്നെയാണ് ഈ സ്ഥലത്ത് നിലയുറപ്പിച്ച് ഈ കമ്പ്യൂട്ടർ അടക്കമുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ പ്രാഥമികമായി പരിശോധനയ്ക്ക് ഇപ്പോൾ വിധേയമാക്കിയിരിക്കുകയാണ്. താങ്ക് യു.